ഇല്ല ഇല്ല. ചക്ക വീണു മുയല് ചത്തു. അഞ്ജിത നായർ, ബ്യൂട്ടി ടിപ്സ് ബൈ അഞ്ജിത നായർ. ഒരു കാലത്ത് കേരളം കത്തിച്ചു കൊണ്ടിരുന്ന, കാമക്കടവുകളെ തൃപ്തിപ്പെടുത്തിക്കൊണ്ടിരുന്ന, ഹരം കൊള്ളിച്ചുകൊണ്ടിരുന്ന ഏറ്റവും വലിയ ഉന്നത നിലത്തിൽ നിന്ന ഒരു ബ്യൂട്ടി ടിപ്പ് എന്ന മറവിൽ അപരാധങ്ങൾ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരുന്ന ടീംസ് ആയിരുന്നു ബ്യൂട്ടി ടിപ്സ് ബൈ അഞ്ജിത നായർ. എല്ലാവർക്കും നമസ്കാരം. ഒരു ഇൻട്രോ കൊടുത്തുകൊണ്ട് തന്നെ എനിക്ക് തുടങ്ങണമെന്ന് തോന്നി. അമ്മാതിരി ഇൻട്രോ കൊടുക്കേണ്ട ഐറ്റങ്ങളാണ് ഈ ഐറ്റങ്ങൾ. അതുകൊണ്ട് തന്നെ ഇൻട്രോ കൊടുത്താണ് ഞാൻ എല്ലാത്തിലും തുടങ്ങുന്നില്ലെങ്കിലും ഇതിൽ ഞാൻ തുടങ്ങിയത്. അത്രയ്ക്ക് വലിയ വ്യക്തികളെയാണ് നമ്മൾ ആനയിച്ച് ഇന്ന് നമ്മുടെ വീഡിയോയിലേക്ക് കൊണ്ടുവരുന്നത്. ബ്യൂട്ടി ടിപ്സ് ബൈ അഞ്ജിത നായർ. അപ്പോൾ നമസ്കാരം. നിങ്ങൾ വീഡിയോ ആദ്യമായി കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് കൊടുക്കാനും മറക്കണ്ട. അപ്പോൾ ആരാണ് അഞ്ജിത നായർ? എവിടെയാണ് അഞ്ജിത നായർ? ഒരു തേങ്ങ അറിയത്തില്ല. എന്തായാലും സബ്സ്ക്രിപ്ഷനിലൂടെ മാസം 5 ലക്ഷത്തിന് പുറത്തുണ്ടാക്കുന്നു എന്നാണ് താൻ വാദിക്കുന്നത്. അറിയില്ല. എന്തായാലും എന്തൊക്കെയോ കാട്ടപരാധങ്ങൾ അവിടെ കാട്ടിക്കൂട്ടുന്നുണ്ടെന്നുള്ളൊരു കാര്യം വാസ്തവമാണ്. ഇപ്പൊ സ്വന്തം അപ്പനടക്കം ഇതിൻ്റെ അകത്ത് വലിച്ചിട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇനി അപ്പനുമായിട്ടുള്ള സബ്സ്ക്രിപ്ഷൻ വീഡിയോസ് ആയിരിക്കും അടുത്ത് വരാൻ പോകുന്നതെന്ന് തോന്നുന്നു. കാരണം അപ്പനെയൊക്കെ വലിച്ചിട്ട് വീഡിയോക്കകത്തിട്ട് കാണിക്കുന്നുണ്ട്. ഇടക്കാലം വരെ അഞ്ജിത നായർ മാത്രമായിരുന്നു. എന്നാൽ ഇപ്പോൾ സഹോദരിയും കൂടി രംഗത്ത് വന്നിരിക്കുകയാണ്. സഹോദരി ഡിവോഴ്സ് ആയെന്നൊക്കെ പറയുന്നുണ്ട്, പിന്നെ ഡിവോഴ്സ് ആയില്ലെന്നൊക്കെ പറയുന്നുണ്ട്. ഇതെല്ലാം പറയുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഞ്ജിത തന്നെയാണ്. നമുക്കറിയത്തില്ല. അങ്ങനെ ഡിവോഴ്സ് ആയെങ്കിലും ആയില്ലെങ്കിലും ഇപ്പൊ സഹോദരിയും കൂടി അഞ്ജിതയുടെ കൂടി അപരാധത്തിലോട്ട് കയറിയിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, കാമക്കടവുകൾ നിറഞ്ഞ ഈ സമൂഹത്തിലെ കാമവെറിയന്മാരുടെ കാമങ്ങളെ തൃപ്തിപ്പെടുത്താനായിട്ട് മറ്റു സൈറ്റുകളിൽ പോകാണ്ട് യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം പോലത്തെ പ്ലാറ്റ്ഫോമുകൾ, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്ന് അപരാധങ്ങൾ കാണിക്കുന്ന നിന്നെയൊക്കെ മടൽ വെട്ടി അടിച്ച് ഓട്ടിക്കാൻ നാട്ടുകാരില്ലേ സുഹൃത്തുക്കളെ എന്നുള്ള ഒരു ചോദ്യവും കൂടി ചോദിച്ചുകൊണ്ടാണ് ഞാൻ തുടങ്ങുന്നത്. എന്തായാലും ഐശ്വര്യമായിട്ട് നമുക്ക് അഞ്ജിതയുടെ ഒരു വീഡിയോ തന്നെ ആദ്യമായി കണ്ടുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. സുഹൃത്തുക്കളെ, കാണാം. അങ്ങനെ അഡാർ സ്പെഷ്യൽ ലൈവ് ഇനി വരാൻ പോവാണ്. നാളെ നമ്മൾ പൊളിച്ചെടുക്കാൻ പോണേ. അമ്മ അതിൽ അഡാർ സ്പെഷ്യൽ ലൈവ് കാണാൻ താല്പര്യം സബ്സ്ക്രിപ്ഷൻ പൊളിച്ചെടുക്കാൻ നമുക്ക് സ്പെഷ്യൽ ലൈവ് സബ്സ്ക്രൈബ് ചെയ്തവർക്ക് മാത്രമായിട്ട് ഞങ്ങൾ രണ്ടാളും സ്പെഷ്യൽ ലൈവ് ഇറക്കുന്നതായിരിക്കും. അപ്പൊ അഡാർ ലൈവ് കാണാൻ താല്പര്യം ഇതിൽ പ്രത്യേകം വെച്ചാൽ അച്ഛനും കൂടി വരുന്നുണ്ട് ഈ ലൈവിൽ. പ്ലീസ്. ഓ ആയിക്കോട്ടെ. രണ്ടുപേരും കൂടി കിടന്ന് പറയാതെ ആരെങ്കിലും ഒരാൾ പറയാം. ഒരാൾ ആക്ഷൻ ഉണ്ട്. അതല്ലേ അതിൻ്റെ ഒരു ഐശ്വര്യം. ഇനി നിങ്ങൾ പ്രേക്ഷകർക്ക് ഇവർ രണ്ടിൽ ആരെയാണ് ഇഷ്ടം? ഒന്ന് താഴെ കമന്റ് ചെയ്യണം കേട്ടോ. അഞ്ജിതയാണോ ചേച്ചിയാണോ ഇഷ്ടം? ഉറപ്പായിട്ട് അഞ്ജിതയാണെങ്കിൽ അഞ്ജിത എന്ന് പറഞ്ഞൊരു ലവ് ചിഹ്നം ഇടുക, ചേച്ചിയാണെങ്കിൽ ചേച്ചി എന്ന് പറഞ്ഞൊരു ലവ് ചിഹ്നം ഇടുക. നിങ്ങളുടെ ഇഷ്ടം നമ്മളുടെ കമന്റിലൂടെ നിങ്ങൾ അറിയിക്കേണ്ടതാണ് പ്രിയ സുഹൃത്തുക്കളെ. എന്തായാലും കൊള്ളാം. ഈ ലെവലും ബോധവും എല്ലാം കെട്ടു നിൽക്കുന്ന ഒരു മനുഷ്യന്റെ അവസ്ഥ ഉണ്ടല്ലോ, വിരളി പിടിച്ച അവസ്ഥ. ആ അവസ്ഥയിലാണ് എനിക്ക് ഈ രണ്ടെണ്ണത്തിനെ കാണാൻ പറ്റുന്നത്. നാളെ ഞങ്ങളുടെ സ്പെഷ്യൽ ലൈവ് ഉണ്ട്. ഞങ്ങൾ നാളെ അവിടെ തുണിയൊക്കെ കാണിക്കും. പെട്ടെന്ന് ഓടി വരൂ നാട്ടുകാരെ, ഓടി വരൂ, വാ കാണാൻ വരൂ, സബ്സ്ക്രിപ്ഷൻ എടുക്കൂ. റോഡരികിൽ മാനം വിറ്റ് ജീവിക്കുന്ന സ്ത്രീകൾക്കും ഉണ്ടേ അന്തസ്. ഇതെന്തുപാടേ സോഷ്യൽ മീഡിയ? നിങ്ങളൊക്കെ എങ്ങനെയാണ് പുറത്തിറങ്ങി ഇറങ്ങുന്നത്? എനിക്കറിയാത്തോണ്ട് ചോദിക്കുക. എങ്ങനെയാണ് നാട്ടുകാരൊക്കെ ഫേസ് ചെയ്യുന്നത്? അതാ വീട്ടിൽ പുറത്തിറങ്ങൂല, എല്ലാം ഓർഡർ ചെയ്ത് ഇങ്ങോട്ട് വരുത്തിക്കൊണ്ടിരിക്കുമോ, എന്നിട്ട് വീട്ടിൻ്റെ അകത്തിരിക്കുമോ? അവസ്ഥ വല്ലാത്ത അവസ്ഥ, പരിതാപകരമെന്നേ ഞാൻ പറയത്തുള്ളൂ. ഇത് നിങ്ങളെ കൊണ്ട് മാത്രമേ സാധിക്കത്തുള്ളൂ. നിങ്ങളുടെ പ്രത്യേക ഒരു യൂണിവേഴ്സാണ് കേട്ടോ അഞ്ജിത. വാ തുടങ്ങാം. നമുക്ക് അടിച്ചു പൊളിക്കാം അല്ലേ? ആടുമ്പോൾ കാണുന്നില്ല ഫുള്ളായിട്ട്. നമ്മൾ ഇത്രയും കളിച്ചൊക്കെ വേസ്റ്റ് ചെയ്യിപ്പോ. അടാട് ആടുന്നേ നല്ല പോലെ ആടുന്നേ. ആടിക്കളിക്കുമ്പോഴും നല്ല പോലെ ആടുന്നേ. നിന്റെ ആട്ടങ്ങളെല്ലാം ആടിക്കളിക്കട്ടെ. അടാട് ആട്ടം കുഴച്ചും കാണുന്നുണ്ടോന്നൊരു സംശയം. എന്റെ ബെഡിന്റെ കേസ് പറഞ്ഞാണ് കേട്ടോ. നിങ്ങൾ വേറെ ഒന്നും വിചാരിക്കല്ലോ, എന്തുപാടെ ഡബിൾ മീനിങ് കടിക്കണമെന്ന്. ഞാൻ എൻ്റെ ബെഡിന്റെ ആട്ടത്തിനെ കുറിച്ചാണ് പറഞ്ഞത്. നല്ലപോലെ ആടുന്നുണ്ട് എൻ്റെ ബെഡ്. കൊള്ളാം, നല്ല ബെഡ്. അടുത്ത ബെഡ്. ഇതൊക്കെ എവിടുന്ന് പഠിച്ച് നൈറ്റ് കേറിയിട്ടുണ്ട് ഗൈസ്. അതുകൊണ്ട് അതിലൊന്നും കളിക്കാൻ പറ്റില്ല. അല്ല അവളെ അവിടെ അമ്മോ ശ്രദ്ധിക്കണ്ടി. അയ്യോ ചേച്ചി ഇപ്പോഴാണ് കളത്തിലോട്ട് ഇറങ്ങിയത്. അനിയത്തി നേരത്തെ ഓസ്കാർ മേടിച്ച്. ആര്? അഞ്ജിതയുടെ ചേച്ചി ഇപ്പോഴാണ് രംഗത്ത് വന്നിട്ട് ആടാടൊക്കെ ഒന്ന് സെറ്റായി വരുന്നത്. നിങ്ങൾ പറ, ആരെയാണ് ഇഷ്ടം നിങ്ങൾക്ക്? ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം എന്തായാലും. ബാ.
മറക്കണ്ട സബ്സ്ക്രൈബ് വീഡിയോ കണ്ണിന് പറ്റാൻ നാളെ ഞങ്ങൾ പുലർച്ചയ്ക്ക് വന്നിരിക്കും. നിൽക്കണം. 5 മണിക്ക് ഞങ്ങൾ സ്പെഷ്യൽ ലൈവ് ഇറക്കിയിരിക്കും. സ്പെഷ്യൽ ലൈവ് ഓക്കെ അട്ടർ ലൈവ് കേട്ടാ. 5 മണിക്ക് നിനക്കൊന്നും ഉറക്കമില്ലേടി പെണ്ണുങ്ങളെ? എടി 5 മണിക്ക് നീ എന്നൊക്കെ 21 ലൈവിൽ വന്നിട്ട് ഞാനൊക്കെ മറ്റേ കൈ രണ്ടും ചുരുട്ടി പിടിച്ച് മറ്റേ പുതപ്പെടുത്ത് മൂടിക്കൊണ്ട് ചുരുണ്ട് കിടക്കുന്ന സമയം രാവിലെ എളുപ്പങ്ങൾ 5 മണിക്ക്. നിനക്കൊക്കെ 5 മണിക്ക് ഉറക്കമില്ല. ആരാടാ ഇതൊക്കെ കാണാൻ വേണ്ടി വന്നിരിക്കുന്നത്? എനിക്ക് അതാണ് അറിയേണ്ടത്. പുലർച്ചെ 5 മണിക്ക് പരാതി മക്കള് ഇതിനെയൊക്കെ കണ്ട് സൂം പിടിക്കാൻ വേണ്ടിയിട്ട് വേറെ കുറേ ഒന്നും പറയാനില്ല. സാരി എടുത്തിട്ടാണല്ലോ നോക്കാം. അട്ടർ സ്പെഷ്യൽ ഞങ്ങളിപ്പോൾ ഡാൻസ് കളിക്കാൻ പോകുന്നത്. അത് സബ്സ്ക്രിപ്ഷനിലാണ് ലൈവ് വരാൻ പോകുന്നത്. 1 അട്ടർ സ്പെഷ്യൽ ലൈവ് കാണാൻ താല്പര്യം നിങ്ങൾ എല്ലാവരും വേഗം സബ്സ്ക്രിപ്ഷൻ ചെയ്യാം. എക്സ്ക്ലൂസീവ് ലൈവാണ് ഈ വരാൻ പോകുന്നത്. ഈ മാലയ്ക്ക് ഇതിന് നല്ല മാല വേണ്ട വേണ്ട അത് ഈ കണ്ണ് വെച്ചത് എനിക്ക് വേണ്ട. അത് കൊണ്ടിടി ഇങ്ങനെ വേണേനെ ഇങ്ങനെ വേണേ സൂപ്പറോ ഇങ്ങനെ വേണേനു. അത് അടിപൊളിയാവൂലേ? അടിപൊളിയാവും. അത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതെന്തിനു വേഗം കൊണ്ടുപോയി ഇവിടെ വെച്ചോ. അമ്മ അത് സ്പെഷ്യൽ ലൈവ് കാണാൻ എല്ലാവരും സബ്സ്ക്രിപ്ഷൻ എടുക്കണേ. മറക്കരുത്. 52 കൊടുക്കുന്ന സ്പെഷ്യൽ ലൈവ് കാണാൻ താല്പര്യം എല്ലാവരും സബ്സ്ക്രിപ്ഷൻ എടുക്കണേ. സബ്സ്ക്രൈബ്. അഞ്ജിതയുടെ ചേച്ചി അന്നല്ല സ്പെഷ്യൽ ലൈവല്ലേ ചേച്ചി ലൈവിലുണ്ടാവോ? ചോദിച്ചതാ അറിയാൻ വേണ്ടിയിട്ട്. എന്തായാലും സ്പെഷ്യൽ ലൈവ് ഉണ്ടെന്നാണ് പറയുന്നത്. ഇതിലിങ്ങനെയാണെങ്കിൽ ലൈവിൽ ഇനി എന്തായിരിക്കും എന്താ ദൈവം. പിന്നെ പേടിക്കണ്ട, അവിടെ ഒന്നും കാണാൻ പോകുന്നില്ല. നിങ്ങൾ ക്യൂരിയോസിറ്റിയോടെ പൈസയും മുടക്കി അങ്ങോട്ട് പോകും. അവിടെ ഒരു തേങ്ങയും കാണിക്കത്തില്ല. ചക്ക വീണു മൊയിലി ചത്തു. അതാണ് 5 നേരം. ഇപ്പൊ കാണിക്കും എന്ന് പറഞ്ഞിട്ട് ഒരു തേങ്ങയും കാണിക്കില്ല. കിടന്ന് കുറെ ഉരുള ഇത് മാത്രമേ കാണുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ വേണമെങ്കിൽ അങ്ങോട്ട് പോണ്ട. പൈസ കൊടുത്ത് എന്തിന്? ആ പൈസ കൊണ്ട് വല്ല പിച്ചക്കാർക്കും ഓർഡർ. അപ്പൊ ചോദിക്കും നീ ഇതെല്ലാം കണ്ടോന്ന്. ഞാൻ കണ്ടില്ല, കേട്ടറിവ് വെച്ചുള്ള പരിചയം കൊണ്ട് പറഞ്ഞതാണ്. സത്യമായിട്ട് ഉമ്മച്ചിയാണ് ഞാൻ കണ്ടിട്ടില്ല. കേട്ടറിവ് വെച്ചിട്ട് ഇവിടെ സബ്സ്ക്രിപ്ഷൻ എടുത്തവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കിടന്ന് കുറേ ഉരുളരും പരളരും മാത്രമേ ഉള്ളൂ, വേറൊരു തേങ്ങയും എൻ്റെ അകത്തില്ല എന്നാണ് പറയപ്പെടുന്നത്. സുഹൃത്തുക്കളെ, എന്തെങ്കിലുമൊക്കെ കാണിക്ക്. ജീവിക്കാൻ വേണ്ടി മരിക്കാൻ വരെ ഞാൻ തയ്യാറാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ ജീവിക്കാൻ വേണ്ടിയിട്ട് അപരാധിക്കാൻ തയ്യാറാകരുത്. കേട്ടോ എൻ്റെ ഒരു ഒപ്പീനിയൻ പറഞ്ഞാണ്. ചിലവരൊക്കെ അവർ ജീവിച്ച് വളർന്ന സാഹചര്യം കൊണ്ട് അപരാധിക്കാൻ പോകാറുണ്ട്. പക്ഷേ ഇമാതിരി പേക്കൂത്തുകൾ ഓൺലൈൻ വഴി ചെയ്യരുത്. എനിക്കതേ പറയാനുള്ളൂ. ഒരുപാട് കുട്ടികളടക്കം നീയൊക്കെ ചെയ്യുന്ന ഈ പേക്കൂത്തുകളും വീഡിയോകളും കണ്ട് നാളെ വളർന്നു വരുന്ന സമൂഹം അടക്കം തൊലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് ഒരു കൺസേൺ ഉണ്ടാകുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. ഇങ്ങനെ അപരാധിച്ച് ഓൺലൈനിൽ വന്നിട്ട് വീഡിയോ ചെയ്യില്ല. നിങ്ങൾക്ക് വേറെ സൈറ്റുകളുണ്ട്, വല്ല ഫോൺ സൈറ്റിലും എല്ലാം പോകും. അവിടെ കിടന്ന് ആട്ടിക്കൊണ്ടിരിക്കും. കേട്ടാ? ഇല്ല അമ്പമ്പാടി ഡിസ്കോ മാണി അമ്പമ്മാണിയേ ഡിസ്കോ മാണിയേ അമ്പമ്പാണി ഡിസ്കോ ബാണി അമ്പമ്മാണിയേ ഡിസ്കോ മാണിയേ അമ്പമ്മാണി ഡിസ്കോ മാണി യോ 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 അടിച്ച പൊടിച്ച പെണ്ണ് അവളിരിക്കൊരു കണ്ണ് അയ്യോ യോ യോ അലിസ കുരിസ പെണ്ണ് അവളിനെനിക്കൊരു കണ്ണ് തട്ടും താളം വിടം മോഹം നോക്കി നിന്ന കയ്യും കാലും കൂട്ടിയടിക്കും നാട്ടുകാരെ മിക്കാനും. പിന്നെ എന്തൊരു ബാടിയുടെ പേരൊക്കെ പറയുന്നുണ്ട്. അമ്പന്റെ വാടി ഇമ്പന്റെ വാടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒന്നേ അറിയെങ്കിൽ പാട്, ഇല്ലെങ്കിൽ മിണ്ടാതിരി എന്തെങ്കിലുമൊക്കെ ചെയ്ത് എന്തുവാ ഇതെന്താണ്? രണ്ടിന് പിരിപോയി കിടക്കണം. ആരെങ്കിലും പിടിച്ച് അയൽവാസികൾ 2 ഷോക്ക് കൊടുത്തു. തൊട്ടടുത്തൊന്നും വീടില്ലേ? നിനക്ക് 2 എണ്ണത്തിന് പിടിച്ച് 2 ഷോക്ക് കൊടുത്തു വിട്. എന്തോന്നൊക്കെ അവരാധങ്ങൾ കാണണമെന്ന് ദൈവത്തിനറിയാം. അടുത്തത് ഇതെന്തുവാ? ലൈവ് കാണാൻ താല്പര്യമുള്ളവർക്ക് വേഗം സബ്സ്ക്രിപ്ഷൻ എടുത്തോളി. പൊളിച്ചെടുക്കുന്ന സ്പെഷ്യൽ ലൈവാണ് വരാൻ പോകുന്നത്. എല്ലാവരും വേഗം സബ്സ്ക്രിപ്ഷൻ എടുത്ത് വെച്ചോളി. പൊളിച്ചെടുക്കുന്ന അഡാർ ലൈവാണ് ഇനി വരാൻ പോകുന്നത്. ഗൈസ് ലൈവ് ഓണാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും വേഗം സബ്സ്ക്രിപ്ഷൻ എടുത്തോളി. നമുക്ക് പൊളിച്ചെടുക്കുക സ്പെഷ്യൽ ലൈവാണ് വരാൻ പോകുന്നത്. പ്ലീസ് സബ്സ്ക്രൈബ്. സ്പെഷ്യൽ അഡാർ ലൈവാണ് വാച്ച് ചെയ്യാൻ പോകുന്നത്. പ്ലീസ് സബ്സ്ക്രൈബ്. അതാണ് ലൈവ് അല്ല പിള്ളി സാരി കുഴപ്പമില്ല. അത് ഇതും അതും ഞാൻ തരാം.
കുഴപ്പമില്ല ഇവിടെ കേരളമൊന്നുമില്ല, എന്നാലും ഉണ്ട്, വലിയ രീതിയില്ല, വലിയ രീതി മറ്റേതാ. സ്പെഷ്യൽ ലൈവ് കാണാൻ താല്പര്യം എല്ലാവരും വേഗം സബ്സ്ക്രിപ്ഷൻ എടുക്കുക. അഡാർ ലൈവാണെങ്കിൽ വരാൻ പോകുന്നത് എല്ലാവരും സാരി റിക്വസ്റ്റ് ചെയ്ത ലൈവാണ്. അപ്പം ഇന്ന് സ്പെഷ്യൽ ലൈവ് കാണാൻ താല്പര്യം എല്ലാവരും വേഗം സബ്സ്ക്രിപ്ഷൻ എടുക്കുക കേട്ടോ. പോളി ലൈവ് നമ്മൾ ഇനി വരാൻ പോകുന്നത്, പൊളിച്ചെടുക്കുന്ന സ്പെഷ്യൽ ലൈവാണ് വരാൻ പോകുന്നത്. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സ്പെഷ്യൽ ലൈവ് വാച്ച് ചെയ്യാൻ താല്പര്യത്തിലേക്ക് സാരി സ്പെഷ്യൽ ലൈവാണ് ഇനി വരാൻ പോകുന്നത്. ഞാൻ ഇപ്പോഴും പറയുന്ന മക്കളെ എല്ലാവരും സാരിയിൽ ആക്റ്റീവായിട്ട് ലൈവ് കാണണം എന്ന് പറയുന്നുണ്ട്. നമുക്ക് അവിടെ പൊളിച്ചെടുക്കുക. ആ സാരി ലൈവ് വാച്ച് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും വേഗം സബ്സ്ക്രിപ്ഷൻ എടുത്ത് വെച്ചോളി. പോളി ലൈവാണ് വരാൻ പോകുന്നത്. അപ്പം മറക്കരുത്, ഇന്ന് സ്പെഷ്യൽ ലൈവാണ്, പൊളിച്ചെടുക്കുക. അതിൽ അഡാർ ലൈവ് കാണാൻ താല്പര്യം പ്ലീസ് സബ്സ്ക്രൈബ്. അങ്ങനെ അഡാറ ലൈവ് കാണാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുമെന്നാണ് സുഹൃത്തുക്കളെ പറയുന്നത്. നിന്റെ അച്ഛനെയും കൂടി നീ എന്തായാലും പിടിച്ച് ഇതിൽ ഉൾക്കൊള്ളിക്കണം. അത് നിന്റെ അച്ഛനൊരു മോട്ടിവേഷൻ ആവട്ടെ. എന്തിനാ ഇങ്ങനെ 2 വാഴകളെ, പടുവാഴകളെ, അതായത് മുളച്ച് വന്നിട്ട് കുരുന്ന് അടിയിലോട്ട് പോയിട്ട് പട്ടുപോയ പടുവാഴയില്ല, അങ്ങനത്തെ വാഴ 2 എണ്ണത്തിന് നിർമ്മിച്ചിട്ടതിൽ അങ്ങേർക്കൊരു അവാർഡ് കൊടുക്കണം. അങ്ങേർക്കായിരിക്കണം അടുത്ത പ്രാവശ്യത്തെ നാഷണൽ അവാർഡ് കൊടുക്കേണ്ടത്. ഇങ്ങനെ 2 എണ്ണത്തിനെ നിർമ്മിച്ചാൽ ഇന്ന് കുറേ എണ്ണം ഇമാതിരി സോഷ്യൽ മീഡിയയിലൂടെ സബ്സ്ക്രിപ്ഷന്റെ പേരിൽ അപരാധങ്ങൾ കാണിച്ചുകൊണ്ട് പൈസ ഉണ്ടാക്കുന്നുണ്ട്. അവർ പൈസ ഉണ്ടാക്കുന്നുണ്ടുള്ള ഒരു അസൂയൊന്നുമല്ല, പക്ഷെ ഇവരിങ്ങനെ വീഡിയോസ് ഇടുന്ന കാരണം നാളെ ഒരുപാട് കുട്ടികളടക്കം ഇവരെയൊക്കെ കണ്ട് ഇൻസ്പയറായി വഴിതെറ്റി തൊലഞ്ഞ് നാറാണത്താവാനുള്ള എല്ലാ പോസിബിലിറ്റി ഉണ്ട്. പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്ത് തോന്നിവാസം ചെയ്യുന്ന ഒരു ഘട്ടത്തിലോട്ട് പോകും. ഇതൊക്കെ തടയണം. ഇത് ഗവൺമെന്റ് ഇതിനെതിരെ ശക്തമായ എന്തെങ്കിലും നടപടി കൊണ്ടുവരണം. ഇമാതിരി അപരാധങ്ങളും ഇമാതിരി മറ്റടുത്ത വീഡിയോകളും ഈ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, ഈ പറയുന്ന യൂട്യൂബ് പോലത്തെ പ്ലാറ്റ്ഫോമിൽ ഇടാൻ പറ്റാത്ത രീതിയിലുള്ള എന്തെങ്കിലും നിയമങ്ങൾ കൊണ്ടുവരണം. അതാണ് എനിക്ക് ശക്തമായിട്ട് ഇവിടെ എൻ്റെ ഒരു അഭിപ്രായമായിട്ട് എനിക്ക് പറയാനുള്ളത്. ഇതെന്തുവാടെ ഇവിടെ കാണിക്കുന്നത്? തോന്നിവാസം, അപരാധം, തോന്നിവാസം, തോന്നിവാസി ഹേ. ഇത്തരം അപരാധങ്ങൾ കണ്ടുകൊണ്ട് കൈയടിക്കാൻ കുറെ അപരാധി മക്കൾ കാണും. അതായത് കാമക്കടവുകൾ, ഈ ഫ്രസ്ട്രേഷൻ നിറഞ്ഞിട്ടുള്ള കുറെ കഴിപ്പണം കെട്ടവന്മാരെ കാണും. ഇവളെയൊക്കെ സബ്സ്ക്രിപ്ഷൻ എടുത്ത് പൈസയും കൊണ്ട് കളഞ്ഞ് ഈ പറയുന്നത് പോലെ മറ്റേ റോക്കറ്റും വിട്ടിരിക്കാൻ കുറെ വാണങ്ങൾ കാണും. ഉള്ള കാര്യം പറയാം, ദയവ് ചെയ്തിട്ട് ഇത്തരം കാര്യങ്ങൾ ഈ സമൂഹത്തിൽ നിന്ന് നിരോധിക്കുക. സൈറ്റുകൾ കാണും നിങ്ങൾക്കുള്ള പോൺ സൈറ്റുകൾ, അങ്ങോട്ട് പോവുക. ഇൻസ്റ്റാഗ്രാം തുറന്ന് അവിടെ സ്ക്രോളിങ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന അപരാധമാണ്. ഇപ്പൊ ഇൻസ്റ്റാഗ്രാം നമുക്ക് പുറത്തിരുന്നിട്ട് യൂസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയെ 2 സ്ക്രോളിങ്ങിൽ 3ാമത്തെ ഇതായിരിക്കും. സത്യം, ഇതാണ് അവസ്ഥ. യൂട്യൂബിലായാലും ഷോർട്സ് ആയാലും അങ്ങനെയൊക്കെ തന്നെയാണ്, ഫേസ്ബുക്കിലായാലും ഇതുപോലെയൊക്കെ തന്നെയാണ്. അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് ഈ ഒരു കാര്യത്തിൽ നല്ലൊരു നടപടി എടുക്കുക. കുറെ എണ്ണമായി, രേണാസുന, പർപ്പിളിയോ, മറ്റേ അപർണ, സ്റ്റോറിയോ, സാറ, അഞ്ജിത നായർക്ക് ഒരു സമയത്ത് മിന്നും താരങ്ങളായിരുന്നു. ഇപ്പം മിന്നിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ഒന്നും പറയണില്ല, പറഞ്ഞാൽ ഓടിപ്പോവും. കുടുംബം വിറ്റ് ജീവിക്കുന്ന കുറെ ടീംസുകൾ, ഭർത്താവ്, അത് ഇത്, ചേട്ടൻ പിണങ്ങിപ്പോയി, അച്ഛൻ പിണങ്ങിപ്പോയി, അച്ഛൻ വന്ന് കിടന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ ദിവസം കുറെ വീഡിയോകൾ. ഇപ്പൊ വേറെ എന്തൊക്കെയാ കാട്ടിക്കൂട്ടുന്നു. ദൈവത്തിന് അറിയാം ഇവളുമാരുടെയൊക്കെ ഉദ്ദേശം എന്താണെന്ന്. എന്താണ് നീയൊക്കെ കൊടുക്കുന്ന മെസ്സേജ്? സ്വന്തം പോക്കറ്റ് വീർപ്പിക്കാൻ വേണ്ടിയിട്ട് മാനം വിറ്റ് ജീവിക്കുന്നവർക്ക് ജീവിക്കാൻ വേണ്ടി മരിക്കാൻ വരെ തയ്യാറാണെന്ന് പറയുന്നത് പോലെ അങ്ങനെ കുറെ ടീംസ് ഉണ്ട്. അതിനേക്കാൾ അന്തസ് കേട് കെട്ടതാണ് നീയൊക്കെ തന്നെ ഞാൻ പറയത്തുള്ളൂ. ഓൺലൈൻ വന്ന് ഇങ്ങനെ ഇരുന്ന് കൊണക്കുന്നത് ഞാൻ ഒന്നും പറയുന്നില്ല, പറഞ്ഞാൽ കൂടിപ്പോ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ പുതിയ വീഡിയോ ആയിട്ടാണ്. ബൈ.